കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ കരങ്ങളും ഉയർത്തി നിൻ സ്നേഹം ഞാൻ രുചിച്ചു ഓ എത്രയോ മധുരം തേനിനേക്കാളും തേൻകട്ടയേക്കാളും എന്നാവിനെത്ര മധുരം. ഇരു കരങ്ങളും ഉയർത്തി പാടിയ തേനിനേക്കാളും തേനിനേക്കാളും തേൻകട്ടയേക്കാളും എന്നാവിനെത്ര മധുരം. ഇരു കരങ്ങളും ഉയർത്തി ശബ്ദമുയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ ശകോമോസേകയാനോ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ലെന്ന് വാഗ്ദത്തം നൽകിയ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെ ചവിട്ടുവാൻ അധികാരം നൽകിയ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടുവാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ആൽഫയും ഒമേഗയും അഗ്നിജ്വാലത്വത്ത കണ്ണുള്ള മാറത്ത് പൊൻകച്ച കെട്ടിയ സൃഷ്ടിച്ച സർവശക്തനായ ജീവനുള്ള ദൈവമായ യേശുവേ ഞങ്ങളെ ആരാധിക്കുന്നു. ശബ്ദം ഉയർത്തി അധരങ്ങൾ തുറന്ന ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ച എല്ലാവരും അന്യഭാഷകളിൽ അക്കരങ്ങളെ ഒന്ന് ചേർത്ത് അടിച്ച് ചില മിനിറ്റുകൾ രണ്ട് കൈകളും ചേർത്ത് തട്ടി രണ്ട് കൈകളും ചേർത്ത് തട്ടി കൈയടിക്കുന്നെങ്കിൽ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ഹൃദയത്തോടെ എല്ലാ മഹത്വത്തിനും എല്ലാ ബഹുമാനത്തിനും എല്ലാ സ്തുതികൾക്കും എല്ലാ ആരാധനവിനും എല്ലാ ആരാധനയ്ക്ക് യോഗ്യനായ ജീവനുള്ള ദൈവത്തിന് കൈത്താളങ്ങളോടെ സ്തുതികളോടെ കല്ലിയൂർ കമോൺ രണ്ട് കരങ്ങളും തട്ടി രണ്ട് കരങ്ങളും തട്ടി ശബ്ദം ഉയർത്തി അന്യഭാഷയിൽ ഇരു കരങ്ങളും അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. രണ്ട് കൈകളും ചേർത്ത് തട്ടി അന്യഭാഷയിൽ രണ്ട് കരങ്ങളും ചേർത്ത് തട്ടി ആ കരങ്ങളെ നിങ്ങളുടെ തലയ്ക്ക് മീതെ ഉയർത്തി തട്ടി ആ കരങ്ങളെ നിങ്ങളുടെ തലയ്ക്ക് മീതെ ഉയർത്തി സൈന്യത്താലെ അല്ല ശക്തിയാലെ അല്ല എന്റെ ആത്മാവിനാൽ in the name of Jesus. Hallelujah. Glory. Amen. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്ക് ഇരിക്കാം. ഒരിക്കൽ കൂടെ അനുഗ്രഹീതമായ രാത്രിക്കായി ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മാറ്റമില്ലാത്ത ദൈവവചനം കേൾക്കുവാനും ആ വചനത്തിൻ്റെ വ്യാപാര ശക്തിയാൽ വിടുതലും സൗഖ്യങ്ങളും ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുവാനും പ്രാർത്ഥനയോടെ സന്നിധരായിരിക്കുന്ന ബഹുമാന്യരും ആദരണീയരുമായ അനുഗ്രഹീതരായ
ദൈവമക്കൾ ഓരോരുത്തരോടുമുള്ള എൻ്റെ വ്യക്തിപരമായ സ്നേഹത്തെയും ബഹുമാനത്തെയും ഞാൻ അറിയിക്കുകയാണ്. അനേക കർത്തൃദാസന്മാർ, അനേക ദൈവമക്കൾ ഇന്ന് ഈ ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. ഓൺലൈനിലൂടെ, ലൈവിലൂടെ ഞങ്ങളെ വാച്ച് ചെയ്യുന്നവരുണ്ട്. എന്നോടൊപ്പം ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ശുശ്രൂഷകരുണ്ട്. ഞങ്ങളുടെ സഭയുടെ എൽഡറായിരിക്കുന്ന പ്രിയ സാമച്ചായൻ, ചാർലി ബ്രദർ തുടങ്ങിയ അനേക പ്രിയപ്പെട്ടവർ ഇന്ന് ഈ കല്ലൂർ കൺവെൻഷനിൽ പങ്കെടുക്കുന്നു. അവരെ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിങ്ങിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അല്പം ആശങ്കയുണ്ടായിരുന്നു, ഞാൻ എങ്ങനെ ഇന്ന് നിൽക്കും. കാരണം രാവിലെ ഒരു ഫ്യൂണറൽ സർവീസിന് പങ്കെടുക്കണമായിരുന്നു. വൈകിട്ട് തിരുവനന്തപുരത്ത് തന്നെ ഒരു വിവാഹ നിശ്ചയത്തിനൊന്ന് കയറണമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അപ്പം ഞാൻ കുറേ സമയം ദൈവത്തോട് പ്രാർത്ഥിച്ചു. പൊതുവെ കൺവെൻഷനുകളിൽ, പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുന്ന ഒത്തിരി മെസ്സേജുകളുണ്ട്, ദൈവം നൽകിയ സന്ദേശങ്ങളുണ്ട്. എൻ്റെ പ്രസംഗങ്ങൾ എന്നേക്കാൾ നന്നായി വിലയിരുത്തിയിരിക്കുന്ന ശ്രോതാക്കളാണ് നിങ്ങൾ ഓരോരുത്തരും. അതിനുവേണ്ടി ജ്യോതിഷ ഒരു ചാനൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ അനേക ദൈവമക്കൾ ഇന്നിവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനോട് ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് റിക്വസ്റ്റ് ചെയ്തു, ഹംബിളി റിക്വസ്റ്റ് ചെയ്തു, ദൈവത്തിൻ്റെ ആത്മാവേ, എന്താണ് 73ാമത് കലിയൂർ കൺവെൻഷനിൽ ഈ രാത്രിയിൽ അങ്ങയ്ക്ക് അങ്ങയുടെ ജനത്തോട് ഇടപെടാനുള്ളത്? എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് ഒരു പാട്ടിൻ്റെ ഈരടികൾ കയറി വന്നു. പെട്ടെന്ന് ഞാൻ സഞ്ചരിച്ചിരുന്ന വാഹനത്തിനകത്ത് ആ പാട്ട് പ്ലേ ചെയ്തു. അതിങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോൾ അത് തന്നെ ഇന്ന് പ്രസംഗിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് പ്രേരണ തന്നു. ആ വാക്യം വായിക്കാൻ പോവാണ്. 1 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 7-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ഷേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന് പേരിട്ടു. ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ഷേനും മധ്യേ നാട്ടി. റഫറൻസ് കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. 1 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 7-ാം അധ്യായം 12, 13, 14. 1 ശമൂവേലാണേ, 2 അല്ലേ. 1 ശമൂവേൽ 7, 12, 13, 14. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ഷേനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന പേരിട്ടു. ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നതുമില്ല. ശമൂവേലിന്റെ കാലത്തൊക്കെയും യഹോവയുടെ കൈ ഫെലിസ്ത്യർക്ക് വിരോധമായിരുന്നു. എക്രോൻ മുതൽ ഗത്ത് വരെ ഫിലിസ്ത്യർ ഇസ്രായേലിനോട് പിടിച്ചിരുന്ന പട്ടണങ്ങൾ ഇസ്രായേലിന് തിരിച്ചു കിട്ടി. അവയുടെ അതിർനാടുകളും ഇസ്രായേൽ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഇസ്രായേലിലും അമോര്യരും തമ്മിൽ സമാധാനം ആയിരുന്നു. ഞാൻ ഈ വായിച്ച 7-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലെ ആദ്യത്തെ വാക്ക് ഒന്ന് എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ സാമുവേൽ. പറഞ്ഞേ, സാമുവേൽ. ആരാണ് സാമുവേൽ? എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ഗോഡ് ഹാസ് ഹിയർഡ്. ദൈവം എൻ്റെ അപേക്ഷ കേട്ടു, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥം. വിശുദ്ധ ബൈബിളിലെ 7 പുസ്തകങ്ങളിലായി ഏകദേശം 140 പ്രാവശ്യം സാമുവേലിന്റെ പേര് വിവിധ നിലകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
സാമുവേൽ എന്ന് പറയുന്ന പ്രവാചകനെ, സാമുവേൽ എന്ന് പറയുന്ന അഭിഷിക്തനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കിയ ഒത്തിരി ഘടകങ്ങളുണ്ട്. ഇന്ന് രാത്രിയിലത്തെ കൺവെൻഷന് ആദ്യ ഭാഗത്തിലേക്ക്, അതിൻ്റെ ആദ്യ പകുതിയിലേക്ക് ദൈവാത്മാവ് തിരുവെഴുത്തുകളിലൂടെ നമ്മളെ നയിക്കുകയാണ്. ഞാനിങ്ങനെ ഈ ദൈവമനുഷ്യനെ കുറിച്ച് വായിച്ചപ്പോൾ, പഠിച്ചപ്പോൾ ഒത്തിരി കാര്യങ്ങൾ സാമുവേലിനെ കുറിച്ച് എഴുതി വെച്ചു. സന്തോഷമുണ്ടെങ്കിൽ ഒന്ന് പറയാം. എഴുതിയിട്ടും ഈ മനുഷ്യനെ കുറിച്ചുള്ള ബോധ്യങ്ങൾ തീരുന്നില്ല. നമ്മൾ സമൂവേലിന്റെ പ്രവചന പുസ്തകം, സാമുവേൽ പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യഗൗരവമായി ആ മനുഷ്യനെ കുറിച്ച് നമ്മൾ അധികം ചിന്തിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളൊന്ന് കൗണ്ട് ചെയ്യാമെങ്കിൽ, സമയപരിമിതി ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം, പിന്നെ മെസ്സേജിലോട്ട് വരാം. ഒന്ന്, സാമുവേൽ പ്രാർത്ഥനയുടെ മറുപടിയാണ്. രണ്ട്, സാമുവേൽ ദൈവത്തിന്റെ ആലയത്തിൽ വളർന്നവനാണ്. മൂന്ന്, സാമുവേൽ യഹോവയുടെയും മനുഷ്യരുടെയും പ്രീതി ലഭിച്ചവനാണ്. നാല്, സാഹചര്യങ്ങൾ എതിരായി നിന്നിട്ടും ദൈവകൃപയിൽ ശോഭിച്ചവനാണ്. അഞ്ച്, ദൈവജനത്തെ ദൈവത്തിലേക്ക് മടക്കി വരുത്തിയവനാണ്. ആറ്, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തവനാണ്. ഏഴ്, ദാൻ മുതൽ ബർഷേബ വരെ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനാണ്. എട്ട്, ഒരേ സമയത്ത് തന്നെ പുരോഹിതനായും പ്രവാചകനായും ശോഭിച്ചവനാണ്. ഒമ്പത്, ജീവപര്യന്തം ഇസ്രായേലിന്റെ ന്യായാധിപനായിരുന്നു. 10, 2 രാജാക്കന്മാരെ വേദപുസ്തകത്തിൽ അഭിഷേകം ചെയ്തവനായിരുന്നു. 11, ദൈവവചനം കലർപ്പില്ലാതെ ജനത്തിന്റെ ഇടയിൽ നൽകിയവനായിരുന്നു. 12, അന്യായമായി ധനം സമ്പാദിക്കാത്തവനായിരുന്നു. 13, വേദപുസ്തകത്തിലെ 3 പുസ്തകങ്ങൾ എഴുതിയവനായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ഇത് എണ്ണിയിട്ട് തീരുന്നില്ല. 14, ഫെലിസ്ത്യരുടെ ആധിപത്യം അവസാനിപ്പിച്ചവനായിരുന്നു. 15, പ്രവചനാത്മാവിനെ പകരുന്നവനായിരുന്നു. 16, മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ നായകനായിരുന്നു. 17, വാർദ്ധക്യം വരെ ജീവിക്കാൻ കൃപ ലഭിച്ചവനായിരുന്നു. ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത സവിശേഷതകൾ സാമുവേൽ എന്ന ദൈവ മനുഷ്യന് ഉണ്ടായതിൻ്റെ കാരണം, ഒന്നാമത്തെ കാരണം സാമുവേൽ പ്രാർത്ഥനയുടെ, ഹന്നയുടെ പ്രാർത്ഥനയുടെ മറുപടിയായിരുന്നു. ഞാൻ 73ാമത് കലിയൂർ ജനറൽ കൺവെൻഷനിൽ പറയാൻ ആഗ്രഹിക്കുന്ന വാക്കിന് എത്ര പേർ ആമീൻ പറയുമെന്ന് എനിക്കറിയില്ല. പ്രാർത്ഥനയുടെ മറുപടി ചെറുതാകത്തില്ല. പ്രാർത്ഥനയുടെ മറുപടി ചെറുതായി പോകുകയില്ല. പ്രാർത്ഥനയുടെ മറുപടി കുറഞ്ഞു പോകുകയില്ല. എല്ലാ കാലത്തും പ്രാർത്ഥനയുടെ മറുപടി അതിശക്തമായിരിക്കും. പ്രാർത്ഥനയ്ക്ക് ലഭിക്കുന്ന മറുപടി വ്യത്യസ്തമായിരിക്കും. ഒരു വ്യക്തി ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് മേടിച്ച ആ സത്യം, ആ അനുഭവം മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ഈ രാത്രിയിൽ ആത്മാവി കൂട്ടത്തോട് പ്രവചിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ മറുപടികൾ ഇതിനകത്തുണ്ടാകും. അത് ചില സൗഖ്യങ്ങളായി ഇതിൽ വെളിപ്പെടും, ചില അത്ഭുതങ്ങളായി ഇതിൽ വെളിപ്പെടും, ആത്മീകമായ ചില വർധനവായും അഭിഷേകമായും ഇന്ന് രാത്രിയിൽ ഇതിൽ ചലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ തട്ടി ഇന്ന് രാത്രിയിൽ കർത്താവിന് നന്ദി പറഞ്ഞേ. പ്രാർത്ഥനയുടെ മറുപടിയായിരുന്നു സാമുവേൽ. ഇന്ന് രാത്രിയിൽ നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യത്തെ ഈ ഭാഗം ഒന്ന് ഗ്രഹിക്കുക. ഞാൻ 17 കാര്യം പറഞ്ഞല്ലേ. പിന്നെ സാമുവേൽ എന്ന് വായിച്ചിട്ട് സാമുവേൽ ആരായിരുന്നു എന്നുള്ളത് 17 കാര്യം പറഞ്ഞു. 17 അല്ല, 30 എണ്ണം ഉണ്ട്. പറയാൻ നേരെയില്ല, എണ്ണിയാ തീരൂല. അപ്പോ പ്രാർത്ഥനയുടെ മറുപടി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലല്ല. എന്റെ കഴിവ് കൊണ്ട്, എന്റെ മിടുക്ക് കൊണ്ട്, എന്റെ അനുഭവങ്ങൾ കൊണ്ട് ഞാൻ വ്യക്തിപരമായി ഒരു കാര്യം സ്വായത്തമാക്കുവാൻ ശ്രമിക്കുന്നതും, ദൈവസന്നിധിയിൽ ഞാൻ വ്യക്തിപരമായി ഒന്നും ചെയ്യാതെ ആസ പ്രാർത്ഥിച്ചതുപോലെ യഹോവേ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യം ഉണ്ടായാൽ
സഹായിപ്പാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല എന്ന ബോധ്യത്തിൽ എന്റെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ അർപ്പിച്ച് എന്റെ തലമുറയ്ക്ക് വേണ്ടി, എന്റെ സഭയ്ക്ക് വേണ്ടി ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾക്കായി ഞാൻ മുഴങ്കാലിൽ നിന്നുകൊണ്ട് ദൈവത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് എന്റെ ദൈവത്താൽ എനിക്ക് ആ വിഷയത്തിന് മറുപടി ഉണ്ടാകുന്നതും എന്റെ കഴിവുകൾ കൊണ്ട് ഞാനത് പിടിച്ചെടുക്കാൻ പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്റെ ബുദ്ധി കൊണ്ട്, ശക്തി കൊണ്ട്, കഴിവ് കൊണ്ട് ഞാൻ സ്വായത്തമാക്കുവാൻ, ഞാൻ നേടിയെടുക്കുവാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾക്ക് പരിധികളും പരിമിതികളും ഉണ്ടെങ്കിൽ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ മറ്റൊന്നും ചെയ്യാതെ ഞാൻ പ്രാർത്ഥനയിലും ഉപവാസത്തിലും സമയം ചെലവഴിച്ച് വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തി എന്റെ ദൈവത്തിന്റെ തിരുപാദപീഠത്തിൽ ഒരു യാക്കോബിനെ പോലെ മല്ല് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ മല്ല് പിടിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടിയെ എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ഒരു ചരിത്രമാക്കി തീർക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇന്ന് രാത്രി പന്തലിന്റെ കീഴിലുണ്ട്? സാമുവേലിനെ സ്വർഗത്തിലെ ദൈവം ഇസ്രായേലിന്റെ ചരിത്രമാക്കി മാറ്റിയത്. സാമുവേൽ എന്ന് പറഞ്ഞ മകനെ സ്വർഗത്തിലെ ദൈവം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കി തീർത്തത് ഹന്ന എന്ന സഹോദരിയുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ്. ഇന്ന് രാത്രിയിൽ എല്ലാവരും മിണ്ടണമെന്നില്ല. പ്രാർത്ഥിക്കുന്നവർ കരം തട്ടട്ടെ, പ്രാർത്ഥിക്കുന്നവർ സ്തുതിക്കട്ടെ, പ്രാർത്ഥിക്കുന്നവരുടെ അകത്ത് ഇന്ന് രാത്രി ചലനമുണ്ടാകട്ടെ. 2026 എന്ന വർഷം വിമർശിക്കുന്നവന്റെ അല്ല, കമ്മിറ്റി കൂടുന്നവന്റെ അല്ല, കയ്യാങ്കളി നടത്തുന്നവന്റെ അല്ല, ആരോപണങ്ങൾ ഉന്നയിക്കുന്നവന്റെ അല്ല. 2026 എന്ന വർഷം പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം തുറന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി കൈകൾ അടിച്ച ദൈവത്തിന് നന്ദി പറ. പ്രാർത്ഥന പരാജയമാകുകയില്ല, പ്രാർത്ഥന പരാജയമാകുകയില്ല. പ്രാർത്ഥിക്കുന്ന അമ്മമാർ ഇന്ന് രാത്രിയിൽ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നവർ ഇന്ന് രാത്രിയിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേ, രാത്രികളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഓലോല കണ്ണുനീരൊഴുക്കുന്ന അഭിഷിക്തന്മാരുടെ അകത്ത് ഇന്ന് രാത്രിയിൽ ഒരു സ്പാർക്ക് വീഴട്ടെ. ഈ വർഷം പ്രാർത്ഥനയുടെ മറുപടികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എന്റെ ചോദ്യത്തിന് ബഹുമാനരായ ദൈവമക്കൾ ഉത്തരം പറയണം. ഇന്നുവരെ എന്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം എനിക്ക് തന്ന ഒരു മറുപടികളും ചെറുതായി പോയിട്ടില്ല. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്ന പ്രാർത്ഥനയുടെ മറുപടികൾ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്ന അനുഭവമുള്ളവർക്ക് കൈകൾ ഉയർത്തി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാം. ഹന്ന ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് മേടിച്ചതാണ് സാമുവേലിനെ. ഒത്തിരി വിമർശനങ്ങൾ ആ സഹോദരി അതിനെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. തന്നെ വഴി നടത്തുന്ന, തനിക്ക് മീതെയുള്ള തന്റെ പുരോഹിതനായ ഏലിയിൽ നിന്ന് പോലും പരിഹാസത്തിന്റെ കൂരമ്പുകൾ അവിടെ ഉള്ളിൽ തറച്ചിട്ടുണ്ട്. പക്ഷെ ഹന്ന പ്രാർത്ഥന നിർത്തിയില്ല. ഹന്ന പ്രാർത്ഥന നിർത്തിയില്ല. ഇന്ന് രാത്രിയിൽ കലിയൂരിരിക്കുന്ന കുടുംബങ്ങളോട്, വിശേഷാൽ ആത്മീയരോട് ഞാൻ സംസാരിക്കുകയാണ്. ഇന്ന് രാത്രിത്തെ മെസ്സേജ് ആത്മീയരോടാണ്, വീണവനോടല്ല, ജഡീകന്മാരോടല്ല, ആത്മീയരോടാണ്, പ്രാർത്ഥിക്കുന്നവരോടാണ്. പ്രാർത്ഥിക്കുന്നവനെ ഈ ഉലകം മുഴുവനും പരാജയപ്പെടുത്താൻ നോക്കിയാലും, പ്രാർത്ഥിക്കുന്നവന് വിരോധമായി ഈ ഉലകം മുഴുവൻ എഴുന്നേറ്റാലും പ്രാർത്ഥിക്കുന്നവനെ ജയിക്കത്തുള്ളൂ എന്ന സത്യം ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. 1 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, 1 ആണ്ട് കഴിഞ്ഞ് ഹന്ന ഗർഭം ധരിച്ചു. ദൈവം അവൾക്ക് ഒരാൺപൈതലിനെ കൊടുത്തു. കൃത്യമായി പ്രാർത്ഥനയിൽ ഹന്ന ഇത് അഡ്രസ് ചെയ്തിരുന്നു. നീ എനിക്കൊരു കുട്ടിയെ തരണമെന്നല്ല, നീ എനിക്കൊരു ആൺകുഞ്ഞിനെ തരണം. നിങ്ങൾക്കറിയാവോ, ഏലി പുരോഹിതന്റെ അടുക്കൽ ഈ പൈതൽ മുലകുടി മാറിയ ശേഷം പള്ളിയിൽ കൊണ്ടുവരുമ്പോൾ, ആലയത്തിൽ കൊണ്ടുവരുമ്പോൾ ഏലിയോട് ഹന്ന പറയുന്നൊരു വാക്കുണ്ട്, യജമാനനെ അങ്ങക്ക് എന്നെ മനസ്സിലായോ? പുള്ളിയുടെ കാഴ്ചപ്പാടൊക്കെ അല്പം കുറഞ്ഞു നിൽക്കുക, കാഴ്ചയൊക്കെ കുറവാ, മൊത്തത്തിൽ വീക്കാ.
ഈ മകനായിട്ടാകുന്നു ഞാൻ ഈ ആലയത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞാൽ എന്താ? യജമാനനെ, അങ്ങക്ക് എന്നെ മനസ്സിലായോ? ഞാൻ ഈ പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയായിരുന്നു. ഏലി പറഞ്ഞില്ലല്ലോ മനസ്സിലായില്ലെന്ന്. പറഞ്ഞോ? എനിക്ക് നിന്നെ മനസ്സിലായില്ലല്ലോ എന്ന് ഏലി പറഞ്ഞോ? ഒരു കാര്യം ഉറപ്പിച്ചോണം, പ്രാർത്ഥിക്കുന്നവനെയും പ്രാർത്ഥിച്ചവനെയും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ഒരു ഉപദേശവും കൂടെ ഉണ്ട്, മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്നവരെയും നിങ്ങൾ മറക്കരുത്. ഹല്ലേലൂയ. ആ ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഹന്ന ചോദിച്ചതുപോലെ ദൈവം ഒരു മകനെ കൊടുത്തു. 2, ഹന്ന ഈ കൊച്ചിനെ ദൈവത്തിന്റെ ആലയത്തിനകത്ത് കൊണ്ടുവന്ന് പുരോഹിതനോടൊപ്പം ആക്കി. ഇതിനകത്ത് വലിയൊരു ആത്മീയ കാഴ്ചപ്പാട് ഈ അമ്മയ്ക്കുണ്ട്. എല്ലാ അമ്മമാർക്കും ഉള്ള ആത്മീയ കാഴ്ചപ്പാടാണ് തലമുറയുടെ അനുഗ്രഹം. ഹല്ലേലൂയ. മാതാപിതാക്കളോട് സ്നേഹത്തോടെ ഒരു മകനെ പോലെ, ഒരു അനുജനെ പോലെ ഞാൻ സംസാരിക്കുന്നു. പേരൻസ്, ഡിയർ പേരൻസ്, ബിലൗഡ് പേരൻസ്, പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ ആത്മീയ കാഴ്ചപ്പാടാണ് നിങ്ങളുടെ അടുത്ത തലമുറയുടെ ആത്മീക പ്രചോദനം. ഹല്ലേലൂയ. ഈ വേദിയിൽ ഈ മൈക്കും പിടിച്ച് ഒരു ശുശ്രൂഷകനായി നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒത്തിരി അത്ഭുതങ്ങൾ, ദൈവത്താൽ സംഭവിച്ച ഒത്തിരി വിടുതലുകൾ ഞാൻ കണ്ടിട്ടുള്ളവനാണെങ്കിലും അതൊന്നും എന്നെ വലുതായിട്ടൊന്നും അത്ഭുതപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഇപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന്, ഞാൻ ഈ സ്റ്റേജിൽ ഒരു പാസ്റ്ററായി നിൽക്കുന്നതാണ്. ഹല്ലേലൂയ. അതിൻ്റെ പിറകിൽ അതിപ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് എൻ്റെ അമ്മയാണ്. ഹല്ലേലൂയ. ആ അമ്മയുടെ കണ്ണുനീരും ആ അമ്മയുടെ പ്രാർത്ഥനയും ആ അമ്മയുടെ നിലവിളിയും ആ അമ്മ ദൈവസന്നിധിയിൽ രാത്രിയുടെ യാമങ്ങളിലൊക്കെ കരഞ്ഞതും പ്രാർത്ഥിച്ചതും ഉപവസിച്ചതും ഒക്കെയാണ് ആ അമ്മയുടെ 3 മക്കളും ഇന്ന് സുവിശേഷ വേല ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് മാതാപിതാക്കളോട് പറയുന്നു, നിങ്ങൾ അഭിഷേകത്തെ ബഹുമാനിക്കുന്നവരായിരിക്കണം. നിങ്ങൾ ദൈവസഭയെ കുറിച്ച് കൂടുതൽ കൂറുള്ളവരായിരിക്കണം. മാതാപിതാക്കൾ ആലയത്തിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആണ് നിന്റെ തലമുറ ആലയത്തിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്. മാതാപിതാക്കൾ വീട്ടിൽ സംസാരിക്കുന്ന സഭയെക്കുറിച്ച്, അഭിഷിക്തന്മാരെ കുറിച്ച്, ദൈവദാസന്മാരെ കുറിച്ച്, ദൈവവേലയെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സംസാരിക്കുന്ന സംസാരമാണ് നിങ്ങളുടെ അടുത്തൊരു ജനറേഷൻ ഈ പുസ്തകം എടുക്കാൻ അവരെ ഉത്സാഹിപ്പിക്കേണ്ടത്. ഹല്ലേലൂയ. കാരണം നമ്മൾ എന്തിനെ ബഹുമാനിക്കുന്നുവോ, നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ, അത് മാത്രമേ നമ്മളുടേതായി തീരത്തുള്ളൂ. നിങ്ങൾ മിണ്ടുന്നില്ലെന്ന് എനിക്കറിയാം. കാരണം കെട്ട് പൊട്ടട്ടെ എന്നോ ബന്ധനം അഴിയട്ടെ എന്നോ ആഭിചാരം പൊട്ടട്ടെ എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. നല്ല കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലായിടത്തും ഇതുപോലൊരു ശാന്തതയുണ്ട്. ആ ശാന്തത എനിക്കൊരു സ്വസ്ഥതയാണ്. ചേർന്നൊരു ആമീൻ പറഞ്ഞാൽ. പ്രൈസ് ദി ലോർഡ്. ഈ നമ്മൾ എന്തിനെ ബഹുമാനിക്കുന്നോ, നമ്മൾ എന്ത് വിശ്വസിക്കുന്നോ, ഇത് മാത്രമേ നമ്മുടേതാകത്തുള്ളൂ. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് പറയാം. നമ്മൾ എന്തിനെ വിമർശിക്കുന്നോ, നമ്മൾ എന്ത് അവിശ്വസിക്കുന്നോ, അത് നമ്മളെ വിട്ടുപോകും. നിങ്ങൾ ബഹുമാനിക്കുന്നത് മാത്രമേ നിങ്ങളുടെ പുറകെ വരുള്ളൂ. നിങ്ങൾ അപമാനിക്കുന്നതും ആട്ടി ഓടിക്കുന്നതും നിങ്ങളുടെ പുറകെ വരില്ല. അഭിഷേകത്തെ ബഹുമാനിക്കുന്നവന്റെ വീട്ടിൽ അഭിഷിക്തന്മാരുണ്ടാകും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അഭിഷേകത്തെ ബഹുമാനിക്കുന്നവന്റെ ഭവനത്തിനകത്ത് അഭിഷിക്ത തലമുറ എഴുന്നേൽക്കും. പ്രാർത്ഥനയെ ബഹുമാനിക്കുന്ന, പ്രാർത്ഥിക്കുന്ന കുടുംബത്തിനകത്ത് പ്രാർത്ഥിക്കുന്നവർ എഴുന്നേൽക്കും. ഉദാഹരണം പറയാം. വേദപുസ്തകത്തിൽ ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിന്റെ അഭിഷിക്തനും
അഭിഷേകത്തിനും എതിരായിരുന്നു. ശൗലിന് ഒറ്റ ലക്ഷ്യമുള്ളൂ, അഭിഷിക്തനായ ദാവീദിനെ കൊല്ലണം. ഒറ്റ ആഗ്രഹമുള്ളൂ. പക്ഷേ ദാവീദ് അങ്ങനെ അല്ലായിരുന്നു. ദാവീദ് അഭിഷേകത്തെ ബഹുമാനിക്കുന്ന മനുഷ്യനായിരുന്നു. അതുല്ലാം ഗുഹയിൽ വെച്ച് ശൗലിനെ കൊന്നുകളയാൻ ദാവീദിന് ഒരു അവസരം കിട്ടി. ദാവീദിന്റെ കൂടെയുള്ള 400 വീരന്മാർ ദാവീദിനോട് വന്നു പറഞ്ഞു, യജമാനനെ, നിന്റെ ശത്രുവായവൻ, നിനക്കെതിരെ നിൽക്കുന്നവൻ ദേ നമ്മുടെ പാളയത്തിൽ, നമ്മുടെ ഗുഹയ്ക്കകത്ത് ഒറ്റയ്ക്ക് വന്ന് കയറിയിട്ടുണ്ട്. നിനക്കവനെ ഇന്ന് ഇവിടെ വെച്ച് തീർത്ത് കളയാൻ കഴിയും. ഇവരെല്ലാം കൂടെ പ്രേരിപ്പിച്ച് ഉത്സാഹിപ്പിച്ച് ദാവീദിനെ വിട്ടു. ദാവീദ് ശൗലിന്റെ പുറകിൽ ചെന്ന് അവന്റെ വസ്ത്രാഗ്രം തന്റെ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുത്തു. ശൗല് പോലും അറിഞ്ഞില്ല. എന്നിട്ട് തന്റെ കൂടെ നിന്ന 400 വീരന്മാരുടെ മുമ്പിൽ ഈ വസ്ത്രാഗ്രം ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കണ്ടോ, ഇത് എന്റെ യജമാനന്റെ വസ്ത്രത്തിന്റെ അഗ്രമാണ്. ഇതെനിക്ക് കട്ട് ചെയ്തുകൊണ്ട് വരാൻ പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് അവനെ അതേ കത്തി കൊണ്ട് തീർക്കായിരുന്നു. പക്ഷേ ഞാൻ യഹോവയുടെ അഭിഷിക്തന് നേരെ എന്റെ കൈ ഉയർത്തുകയില്ല, കാരണം അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ. അവൻ ശൗൽ എത്ര ഉപദ്രവകാരിയാണെങ്കിലും ശൗലിനെ ദൈവം അഭിഷേകം ചെയ്ത ഒരു വ്യക്തിയാണെന്നുള്ള ബോധം ദാവീദിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ദാവീദ് ദൈവത്തിന്റെ അഭിഷേകത്തെയും ദൈവം എന്ന അഭിഷേകം ചെയ്ത സർവശക്തനെയും ബഹുമാനിച്ചവനായിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചേ? ദൈവത്തിന്റെ അഭിഷേകത്തോടും അഭിഷിക്തന്മാരോടും അസ്വസ്ഥത പുലർത്തിയിരുന്ന ശൗലിന്റെ കുടുംബം നാമാവിശേഷമായി, ഒരെണ്ണയില്ലാതെ. പക്ഷേ കാലങ്ങൾ പിന്നിട്ടപ്പോൾ ഒരു അഭിഷിക്ത തലമുറ എഴുന്നേറ്റ് വന്നത് ദാവീദ് ഗൃഹത്തിനകത്തുന്ന കർത്താവായ യേശു ക്രിസ്തു ഉൾപ്പെടെ. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറയാവോ? ഒരു അഭിഷിക്ത തലമുറ, ഒരു ഗണം. വചനം പഠിച്ച ദൈവദാസന്മാർ ഇവിടെ ഉണ്ട്. വേദവചനത്തിൽ പരിജ്ഞാനമുള്ള വിശ്വാസികൾ ഇവിടെ ഉണ്ട്. സകല ദൈവത്തിന്റെ അഭിഷിക്തന്മാരും പിറന്നവർ, ജനിച്ചത് ക്രിസ്തു ഉൾപ്പെടെ ദാവീദിന്റെ ഗോത്രത്തിലല്ലേ? അഭിഷേകത്തെ ബഹുമാനിച്ചവന്റെ ഭവനത്തിനകത്ത് ഒരു അഭിഷിക്ത തലമുറ ഉണ്ടായി. അഭിഷേകത്തിന് വിരോധമായി നിന്നവന്റെ കുടുംബം നാമാവിശേഷമായി. ഞാൻ ബഹുമാനിക്കുന്നതും ഞാൻ സ്നേഹിക്കുന്നതും ഞാൻ വിശ്വസിക്കുന്നതും മാത്രമേ എൻ്റെ വീട്ടിൽ വരത്തുള്ളൂ. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഞാൻ അപമാനിക്കുന്നതും ഞാൻ എതിർക്കുന്നതും എൻ്റെ വായ് കൊണ്ട് ഞാൻ ആട്ടിപ്പായിക്കുന്നതും എൻ്റെ അടുക്കൽ വരത്തില്ല. ഈ 73ാമത് കലിയൂർ ജനറൽ കൺവെൻഷനിൽ നിന്നുകൊണ്ട് ഒരു കർത്തൃദാസൻ എന്ന നിലയിൽ ഞാൻ പ്രവചിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന നിന്റെ ഭവനത്തിനകത്ത് നിന്ന് പ്രാർത്ഥനാ വീരന്മാർ എഴുന്നേറ്റ് വരട്ടെ. ദൈവത്തിന്റെ അഭിഷേകത്തെയും പ്രവാചകന്മാരെയും വിശ്വസിക്കുന്ന നിന്റെ ഭവനത്തിനകത്ത് നിന്ന് ഒരു പ്രവാചക ഗണം ഉടലെടുക്കട്ടെ. ഓ, ശക്തിയോട് രാത്രി ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ തുടങ്ങി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ 2026 എന്ന വർഷത്തിൽ ഒരു അഭിഷിക്ത തലമുറ ഈ കൂട്ടത്തിനകത്ത് നിന്ന് ഒരു സൈന്യത്തെ, ഒരാർമിയെ ദൈവത്താൽ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കട്ടെ.